കൊല്ലം പരവൂരിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനീഷ ആത്മഹത്യ ചെയ്തിട്ട് 10-12 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കാര്യത്തിൽ പരവൂർ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അതിപ്പം അഡീഷണൽ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹം ഈ കേസിന് മരണപ്പെട്ട പെൺകുട്ടി ഒരു മെസ്സേജ് പരവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് അയച്ചിട്ടുണ്ട്. ആത്മഹത്യയ്ക്ക് മുമ്പ് അയച്ചതാണ്. അതേപ്പറ്റി പരവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ചോദിക്കണം, ഓറലായിട്ട് എപ്പോഴെങ്കിലും വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടോ, അങ്ങനൊരു മെസ്സേജ് വിട്ട് എന്ത് നടപടിയെടുത്ത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്രാഥമികമായിട്ട് അന്വേഷിക്കാനുള്ളതുകൊണ്ട് കൊല്ലത്തെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ അദ്ദേഹം ജില്ലാ ജഡ്ജിൻ്റെ പെർമിഷൻ പരവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റിനെ ചോദ്യം ചെയ്യുന്നതിന് ചോദിച്ചിരിക്കുകയാണ്. ഇന്ന് അസംബ്ലിയിൽ അവിടുത്തെ MLA-യുടെ ഒരു ചോദ്യത്തിന് ഉത്തരമായി മുഖ്യമന്ത്രി പറഞ്ഞു 2 പേരെ ഇതുമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. അത് MLA GS ജയലാലിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മുഖ്യമന്ത്രി അസംബ്ലിയിൽ ഇക്കാര്യം പറഞ്ഞത്. അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ കൊല്ലത്തെ അബ്ദുൽ ജലീൽ, അതുപോലെ പരവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ APP KR ശ്യാംകൃഷ്ണ, ഇവരെ 2 പേരെയും അന്വേഷണം വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ ഒരു അന്വേഷണം നടത്താനായിട്ട് നിയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷണം നടക്കുന്നുമുണ്ട്. ഇവരെ 2 പേരെയും പ്രാഥമികമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ കേസ് അനീഷയുടെ ഡയറി കുറിപ്പിനകത്ത് വളരെ വിശദമായ ആ മാനസിക പീഡനം എന്താണെന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതുകൂടാതെ ആ കുട്ടിയുടെ ശബ്ദരേഖയുമുണ്ട്. ഇതെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആ അനീഷയുടെ ഡയറി കുറിപ്പിൻ്റെ കയ്യക്ഷരം അനീഷയുടെ തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് പോലീസ് പരിശോധിക്കും. ശബ്ദരേഖ വോയിസ് ടെസ്റ്റ് അത് ഈ അനീഷ എന്ന കുട്ടിയുടെ തന്നെയാണോ ഇല്ലയോ എന്ന് പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ട്രൂ റെക്കോർഡിംഗ് ആണോ നടന്നതെന്നാണ് പോലീസ് ഒരു അറസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ടായ ജോലികൾ. പരവൂർ മജിസ്ട്രേറ്റിൻ്റെ മൊഴിയിൽ കുറച്ചുകൂടെ വ്യക്തത വരും. ആ അനീഷയ്ക്ക് മാനസികമായ പീഡനം ധാരാളം കുറച്ച് ദിവസങ്ങൾ കൊണ്ടല്ല കുറേ മാസം കൊണ്ട് അനുഭവിക്കുന്നുണ്ട്. ഒരു ടെസ്റ്റ് എഴുതി കയറി വന്ന ജോലി കിട്ടിയ ഒരു പെൺകുട്ടിയാണ് അനീഷ്യ. അവരുടെ ഹസ്ബൻഡ് ഒരു ജില്ലാ ജഡ്ജിയാണ്. 2 പേരും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് സർവീസിൽ കയറിയിട്ടുള്ളവരാണ്. അവർക്ക് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അവരെ നല്ല ബുദ്ധിയുള്ളവരാണ്. പക്ഷേ എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഈ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നതെന്ന് തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കേസുകൾ അന്വേഷിക്കുകയും അല്ലെങ്കിൽ ആ കേസുകൾ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ധൈര്യമുള്ളവരാണ് പൊതുവെ വക്കീലന്മാർ എന്ന് ആണ് നാം കരുതുന്നത്. പക്ഷേ ഈ കുട്ടി ഒറ്റപ്പെട്ടു പോയി. കൂടെയുള്ള അഡീഷണൽ അല്ലെങ്കിൽ APP ഒരാൾ ഇവരോട് എതിർപ്പ് കാണിച്ചു. അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂഷൻ അബ്ദുൽ ജലീൽ, അദ്ദേഹവും ആ പെൺകുട്ടിയോട് നീതി കാണിച്ചില്ല, അതിനെ പീഡിപ്പിച്ചു എന്നാണ് വരുന്നത്. ശ്യാംകൃഷ്ണനും അബ്ദുൽ ജലീലും പീഡിപ്പിച്ചുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായതുകൊണ്ടാണ് 2 പേര് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അവരുടെ സസ്പെൻഷൻ്റെ ഒപ്പം അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അവിടെ തൊഴിലിടത്തിലെ മാനസിക പീഡനമായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ. കൃത്യമായ മാനസിക പീഡനം തന്നെയാണ്. വാട്സാപ്പിലെ അവരുടെ ആരോപണം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഡയറിക്കുറിപ്പിലെ ആരോപണം പരിശോധിച്ചിട്ടുണ്ട്. അതിലെ ഏതൊക്കെ വക്കീലന്മാരാണ് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ്റെ ഓഫീസിലെ അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും അഡ്വക്കേറ്റന്മാരുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെയുള്ള കേസിനകത്ത് കുറ്റം ചുമത്തേണ്ടി വരും. കാരണം ആ കുട്ടിക്ക് ഒരു ആശ്വാസം പറയുന്നതിന് പകരം
രാഷ്ട്രീയമായി ചിന്തിച്ചോ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അടുത്തും അല്ലെങ്കിൽ ആ APPയുടെ അടുത്തും അവരുടെ കൂടെ ചേർന്ന് ഈ കുട്ടിയെ മാനസിക പീഡനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയൊക്കെ പോലീസ് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അനീഷയെ ഭീഷണിപ്പെടുത്തിയതായി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഭീഷണിപ്പെടുത്തിയെന്ന് അവിടുത്തെ അഡ്വക്കേറ്റ് കുണ്ട്ര ജോസ് എന്നൊരാൾ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഒരു ജില്ലയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് രാഷ്ട്രീയപരമായിട്ട് മാത്രമാണ്, ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗാണ്. അവർക്ക് എന്തായാലും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടറോടും അതുപോലെ APPയോടും കൂറുണ്ടാവും. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരിടപെടും. അതിന് അധികാരമില്ലെങ്കിലും അവരിടപെടും. അത് രാഷ്ട്രീയ ചായ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അങ്ങനെയുള്ള ഇടപെട്ടിട്ടുള്ളവർ ഈ കേസിനകത്ത് തീർച്ചയായിട്ടും ഒരു ലയബിലിറ്റി വരും. ആ പെൺകുട്ടിയെ മാനസികമായ പീഡനത്തിന് അത് സൂയിസൈഡ് ചെയ്തു എന്ന് കുറ്റകരം തന്നെയാണത്. അത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അത് കുറ്റകരമാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന് മാനസിക പീഡനത്തിൻ്റെ അവസാനം ആ ആൾക്കാരുടെ മാനസിക പീഡനം കൊണ്ട് അത് പ്രേരിപ്പിച്ച് ആ പ്രേരണ കൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു എന്ന് വന്നാൽ തടവ് ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം പല ഓഫീസുകളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടായാൽ ആ പ്രശ്നം പറഞ്ഞു തീർക്കുന്നതിന് പകരം രാഷ്ട്രീയ ചായയോടോ മതപരമായ ചായയോടോ കൂടി ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഒപ്പം ചേർന്ന് നിന്ന് മറ്റേ എതിർകക്ഷിയെ ഭീഷണിപ്പെടുത്തിയാൽ അത് അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് തന്നെയാണ്. ഇവിടെ അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചൊരു കുറ്റത്തിന് ഈ അബ്ദുൽ ജലീലും അതുപോലെ ശ്യാമകൃഷ്ണനും ആ ലൈബിളാണ്. അവരോടൊപ്പം ചേർന്ന് നിന്ന് ഈ കുട്ടിയെ പീഡിപ്പിക്കാനും അവരെ വരട്ടാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വകുപ്പുകൾ കയറി വരും. അത് ഈ വകുപ്പ് മാത്രമല്ല, അവരെ ത്രട്ടനിങ് വകുപ്പ് വരും. അപ്പം വേറെ പല വകുപ്പുകൾ ഇതിനകത്ത് വരും. അത് അന്വേഷണത്തിൽ അവസാനമേ നമുക്കത് കണ്ടെത്താൻ കഴിയുള്ളൂ. എന്തായാലും ആ സംഭവം നടന്നിട്ട് 10-12 ദിവസമായെങ്കിലും ആരെ അറസ്റ്റിലേക്ക് പോലീസ് പ്രവേശിച്ചില്ല. കാരണം അഡ്വക്കേറ്റന്മാരാണ്. കൃത്യമായ അന്വേഷണം നടത്തി എങ്കിൽ മാത്രമേ പോലീസിൽ അറസ്റ്റിലേക്ക് പോകാനൊക്കെയുള്ളൂ. അതെല്ലാം കേസ് ഡയറിയിൽ എഴുതി ചേർത്ത് എവിഡൻസ് ആക്കേണ്ടി വരും. കോടതിയിലെ വക്കീലന്മാരായതുകൊണ്ട് ഈ കേസിനകത്ത് ഉൾപ്പെട്ട അറസ്റ്റിലേക്ക് പോകുന്ന വക്കീലന്മാരായതുകൊണ്ട് കോടതി ആ കേസ് ഡയറിയെല്ലാം കൃത്യമായിട്ട് നോക്കും. അപ്പോൾ അതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ, അതിൻ്റെ ശാസ്ത്രീയത, ഇതെല്ലാം കോടതി നോക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് പോലീസ് സ്വല്പം സ്ലോ ആയിട്ട് പോകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്.